മിശിഹായിൽ അനുഗ്രഹീതരായവരെ, ദിവ്യകാരുണ്യ ഈശോ ഈ ദിവസം നിങ്ങളെയും നിങ്ങളുടെ കുടുംബങ്ങളെയും സമർത്ഥമായി അനുഗ്രഹിക്കുകയും അവിടുത്തെ കൃപകൾ കൊണ്ടും അനുഗ്രഹങ്ങൾ കൊണ്ടും നിങ്ങളെ ഓരോരുത്തരെയും നിറയ്ക്കുകയും ചെയ്യട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. ഈ ദിവസത്തെ നിങ്ങളുടെ അധ്വാനങ്ങളിൽ കർത്താവിന്റെ കൃപ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ. നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾക്കെല്ലാം അവിടുന്ന് വിജയം നൽകട്ടെ. ആപത്തുകളും അപകടങ്ങളും നിങ്ങളിൽ നിന്നും നിങ്ങളുടെ കുടുംബാംഗങ്ങളിൽ നിന്നും മാറിപ്പോകട്ടെ. നിങ്ങളുടെ മക്കളെ ഒക്കെ ഈശോ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രിയപ്പെട്ടവരെ നിങ്ങൾക്ക് ഓരോരുത്തർക്കും വേണ്ടി ഈശോയുടെ മുമ്പിൽ പ്രാർത്ഥിക്കുകയാണ്. ഇന്നും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. ഈ ശുശ്രൂഷയെ സംബന്ധിക്കുന്ന എല്ലാവരെയും ഓർത്ത് ഈശോയുടെ മുമ്പിൽ ബലിയർപ്പിക്കുമ്പോൾ പ്രാർത്ഥിക്കുന്നുണ്ട്. വ്യക്തിപരമായ പ്രാർത്ഥനകളിലൊക്കെ പ്രാർത്ഥിക്കുന്നുണ്ട്. അതുപോലെ ധ്യാനകേന്ദ്രത്തിലെ പ്രാർത്ഥനയിലെല്ലാം നിങ്ങളെ ഓർക്കുന്നുണ്ട്. വിശുദ്ധ യോഹന്നാൻ സുവിശേഷത്തിന്റെ 9-ാമത്തെ അധ്യായത്തിന്റെ 1, 2, 3 തിരുവചനങ്ങളിൽ നമ്മൾ ഇങ്ങനെ കാണുകയാണ്. ഈശോനാഥൻ കടന്നു പോകുമ്പോൾ ജന്മന അന്ധനായ ഒരുവനെ കാണുകയാണ്. അപ്പോൾ ശിഷ്യന്മാര് അവനോട് ചോദിക്കുന്നുണ്ട്, ഇത് ആരുടെ പാപനിമിത്തമാണ് ഇവൻ അന്ധനായി തീർന്നത്? ഇപ്പൊ ഈശോ അവരോട് പറയാണ്, ഇതാരുടെയും പാപനിമിത്തമല്ല, ദൈവത്തിന്റെ മഹത്വം അവനിൽ പ്രകടമാകുന്നതിന് വേണ്ടിയിട്ടും ദൈവം അവനിൽ പ്രവർത്തിക്കുന്നതിനും വേണ്ടിയിട്ടാണ് ഇങ്ങനെ സംഭവിച്ചിരിക്കുന്നത് എന്ന്. നമ്മൾ ഒത്തിരി പ്രാർത്ഥനയിൽ ജീവിക്കുമ്പോൾ, വിശുദ്ധിയിൽ ജീവിക്കുമ്പോൾ, ദൈവഹിത പ്രകാരം ജീവിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലേക്ക് സഹനങ്ങളും വേദനകളും കഷ്ടപ്പാടുകളും കടന്നു വരുമ്പോൾ നമ്മൾ പറയും, നമ്മുടെ ജീവിതത്തിൽ ദൈവം ഒന്നും കാണുന്നില്ല, ദൈവം ഒന്നും കേൾക്കുന്നില്ല, ദൈവം എന്നെ അനുഗ്രഹിക്കുന്നില്ല, എന്നും എനിക്ക് കഷ്ടതകളൊക്കെയാണ്. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കണം, നമ്മുടെ ജീവിതത്തിൽ സങ്കടങ്ങളും വേദനകളും കടന്നു വരുമ്പോൾ ദൈവം കാണുന്നില്ല എന്ന് നമ്മൾ ആരും പറയരുത്. കാരണം ദൈവം എല്ലാം കാണുന്നുണ്ട്, എല്ലാം അറിയുന്നുണ്ട്. ജീവിതത്തിലുണ്ടാകുന്ന സങ്കടങ്ങൾക്കും വേദനകൾക്കും പിന്നിലുള്ള കാര്യം ദൈവത്തിന്റെ മഹത്വം നമ്മളിൽ പ്രകടമാകുന്നതിനാണ്, ദൈവം നമ്മളിൽ പ്രവർത്തിക്കുന്നതിനാണ്. ദൈവമാണ് നമ്മുടെ ജീവിതത്തിന്റെ നിയന്താവെന്നും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് തനിയെ ഒന്നും സാധ്യമല്ലെന്നും നമ്മൾ ഓരോരുത്തരും ഓരോ നിമിഷവും ഓർത്തിരിക്കണം. ദൈവത്തിനല്ലാതെ നമ്മുടെ ജീവിതത്തെ അനുഗ്രഹിക്കാൻ സാധിക്കില്ല. അത് നമ്മൾ തിരിച്ചറിയണം. ഇങ്ങനെയുള്ള നിമിഷങ്ങളിൽ അതിനു വേണ്ടിയിട്ട് ജീവിതത്തിലെ ചില സഹനങ്ങളും വേദനകളും ദൈവം അനുവദിച്ചു എന്ന് വരും. അതിനെ സന്തോഷത്തോടെ സ്വീകരിക്കാൻ നമുക്ക് സാധിക്കണം. ദൈവം കണ്ടില്ല എന്ന് നമ്മൾ ആരും പറയരുത്. ഈ അന്ധയാചകൻ വഴിയിലിരിക്കുക, ഈശോ അതിലെ കടന്നു പോകുമ്പോൾ ഇവൻ ഈശോയെ വിളിക്കുന്നില്ല, സൗഖ്യത്തിന് വേണ്ടി കേണപേക്ഷിക്കുന്നില്ല. പക്ഷെ തിരുവചനത്തിൽ പറയുന്നത് എന്താ? അവൻ കണ്ടു എന്നാണ്. അന്ധനായ ഒരുവനെ അവൻ കണ്ടു. പ്രിയപ്പെട്ടവരെ, നമ്മുടെയൊക്കെ ജീവിതത്തെ കർത്താവ് കാണുന്നുണ്ട്. നമ്മുടെ ജീവിതത്തിലെ വേദനകളെ കർത്താവ് കാണുന്നുണ്ട്, നമ്മുടെ നൊമ്പരങ്ങളെ കർത്താവ് കാണുന്നുണ്ട്, നമ്മുടെ ഇല്ലായ്മകളെ കർത്താവ് കാണുന്നുണ്ട് എന്ന് നമ്മൾ ആരും മറന്നുപോകരുത്. ഇവൻ സൗഖ്യത്തിന് വേണ്ടി വിളിച്ചപേക്ഷിച്ചില്ല, കർത്താവ് പക്ഷെ ഇവന് സൗഖ്യം കൊടുക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, വിളിക്കാതെ തന്നെ അന്ധനെ കണ്ട കർത്താവ് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തെയും കാണുന്നുണ്ട്. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തെ അവിടുന്ന് അറിയുന്നുണ്ട്. അവിടുന്ന് തക്ക സമയത്ത് നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കും. തക്ക സമയത്ത്. അത് ദൈവത്തിന് മാത്രം അറിയുന്ന സമയമാണ്. നിന്റെ ജീവിതത്തില് തടസ്സങ്ങളെ കർത്താവ് മാറ്റും, ബന്ധനങ്ങളെ കർത്താവ് അഴിക്കും, കെട്ടുകളെ കർത്താവ് നീക്കും. നിന്റെ ജീവിതത്തെ കർത്താവ് അനുഗ്രഹിച്ചുയർത്തും. നിന്റെ കുടുംബത്തിലെ സമാധാനം നൽകും. നിന്റെ കുടുംബത്തെ കർത്താവ് അനുഗ്രഹിക്കും. നിന്റെ രോഗം മാറ്റും, കടബാധ്യതകൾ മാറ്റും, തടസ്സങ്ങൾ മാറ്റും, വിജയിപ്പിക്കും, ഉന്നതിയിൽ എത്തിക്കും. അത് തക്ക സമയത്ത് ദൈവം നിന്റെ ജീവിതത്തിൽ ഇടപെടുമെന്ന് തിരിച്ചറിഞ്ഞുകൊള്ളുക. നീ സങ്കടങ്ങളിലൂടെ പോകുന്നത്, വേദനകളിലൂടെ പോകുന്നത്, ഇല്ലായ്മകളിലൂടെ പോകുന്നത് കർത്താവ് കാണുന്നുണ്ട്. ഓരോ നിമിഷവും നിന്റെ ഉള്ളിൽ ഈ ചിന്തയുണ്ടായിരിക്കട്ടെ, എന്റെ കർത്താവ് എന്നെ കാണുന്നുണ്ട്, എന്റെ കർത്താവ് എന്നെ അറിയുന്നുണ്ട്. കരങ്ങളെ യാചനയോടെ പിടിച്ച് നമ്മുടെ സങ്കടങ്ങളെല്ലാം ഈശോയുടെ മുമ്പിലേക്ക് കൊടുക്കാം. നിരാശയെല്ലാം ഈശോയുടെ മുമ്പിലേക്ക് കൊടുക്കാം. വേദനയെല്ലാം ഈശോയ്ക്ക് കൊടുക്കാം. ഈ ദിവസത്തിലെ എല്ലാ കാര്യങ്ങളെ ഈശോയ്ക്ക് കൊടുക്കാം. അധ്വാനങ്ങളെ കൊടുക്കാം, പഠനങ്ങളെ കൊടുക്കാം. അനുഗ്രഹിക്കണമേ. ഈ ദിവസത്തിൽ ഓരോ നിമിഷവും ഈ ദിവ്യകാരുണ്യത്തിന്റെ കൃപ കൂടെ ഉണ്ടായിരിക്കുന്നതിന് വേണ്ടി ഒന്ന് സ്തുതിക്കാമോ? ഹല്ലേലൂയ. ഈശോയെ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവായ ഈശോയെ, മക്കളെ ഓരോരുത്തരെയും സമർപ്പിക്കുന്നു. ഓരോരുത്തരെയും അനുഗ്രഹിക്കുകയും ആശീർവദിക്കുകയും ചെയ്യണമേ.
ഇവരുടെ ജീവിതങ്ങളിലേക്ക്, ഇവരുടെ അധ്വാനങ്ങളിലേക്ക്, ഇവരുടെ നൊമ്പരങ്ങളിലേക്ക് അങ്ങ് ഇറങ്ങിച്ചെന്ന് ഇവരെ ഓരോരുത്തരെയും സംരക്ഷിക്കുകയും സഹായിക്കുകയും പരിപാലിക്കുകയും ചെയ്യണമേ. ജീവിതത്തിൽ നിന്ന്, ജീവിത വഴികളിൽ നിന്ന്, അധ്വാന മേഖലകളിൽ നിന്ന് സർവ്വ തിന്മകളും ബന്ധനങ്ങളും കെട്ടുകളും പിശാചിന്റെ ഉപദ്രവങ്ങളും നാരകീയ ശക്തിയുള്ള പ്രവർത്തനങ്ങളും പൈശാചിക ശക്തിയുള്ള പ്രവർത്തനങ്ങളും ദുഷ്ടാത്മശക്തിയുള്ള പ്രവർത്തനങ്ങളും നിർവീര്യമായി തീരട്ടെ എന്ന് കേൾപ്പിക്കുന്നു. അന്ധകാരത്തിന്റെ കെട്ടുകൾ അഴിയട്ടെ എന്ന് കേൾപ്പിക്കുന്നു. ദുഷ്ടതയുടെ കെട്ടുകൾ അഴിയട്ടെ എന്ന് കേൾപ്പിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നിത്യപിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വര എന്നേക്കും ആമേൻ.